PCOS ഒരിക്കൽ മാറിയിട്ട് വീണ്ടും വരുന്നത് എങ്ങനെയാണ്? പലപ്പോഴും OPയിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. മുമ്പ് PCOS ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ അത് മാറിയിട്ടുണ്ടായിരുന്നു, പിന്നെ വീണ്ടും ഡോക്ടർ ഇപ്പോൾ PCOS ഉണ്ടെന്ന് പറയുന്നു. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, പ്രോപ്പറായിട്ട് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം അല്ലെങ്കിൽ PCOS ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ കൂടെ ലൈഫ് ടൈം ഉള്ള ഒരു കണ്ടീഷനാണ്. PCOSന് ഒരു ജനറ്റിക് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഫാക്ടർ ഉണ്ട്. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ വിച്ച് ഇൻക്ലൂഡ്സ് പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ്, എക്സസൈസ്, പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പിംഗ് പാറ്റേൺ ആൻഡ് സ്ട്രെസ് മാനേജ്മെന്റ് പാറ്റേൺ, പ്രോപ്പർ ആയിട്ടുള്ള ഈറ്റിംഗ് ഹാബിറ്റ്സ്, ഇതിലൂടെ ആവശ്യമുണ്ടെങ്കിൽ ഹോർമോണൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന മെഡിക്കേഷൻസിലൂടെയും PCOSനെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് പറ്റും. ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് എടുത്താൽ അതിൽ 50% താഴെ അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ്, മുഴുധാന്യങ്ങൾ, ഓട്സ്, ബീൻസ്, പയറുവർഗ്ഗങ്ങൾ തുടങ്ങിയവ അടങ്ങുന്ന കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ഉൾപ്പെടുത്തേണ്ടതാണ്. മറ്റേ ഹാഫിൽ ഒരു 2/3 ലീൻ പ്രോട്ടീൻസ്, അതായത് എഗ് വൈറ്റ്, ചിക്കൻ, ഫിഷ് തുടങ്ങിയവയും ഹെൽത്തി ഫാറ്റും ഉൾപ്പെടുത്തണം. 1/3 പച്ചക്കറികൾ ഉൾപ്പെടുത്തേണ്ടതാണ്. ദിവസവും 30 ഗ്രാം എങ്കിലും ഫൈബർ അടങ്ങിയ ഭക്ഷണം കഴിക്കാനും PCOS പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ടതാണ്. എക്സസൈസ് ഒരു ദിവസം 30 മുതൽ 45 മിനിറ്റ് വരെയും ഓൾട്ടർനേറ്റ് ഡേയ്സിൽ സ്ട്രെങ്ത് ട്രെയിനിങ്ങും ചെയ്യാനായിട്ട് ആണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം പേഷ്യൻസിൽ സ്ട്രെസ് ഈറ്റിംഗ്, നൈറ്റ് ടൈം ഈറ്റിംഗ്, ബിഞ്ച് ഈറ്റിംഗ് അല്ലെങ്കിൽ ആങ്സൈറ്റി ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഈറ്റിംഗ് തുടങ്ങിയ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് പ്രവലന്റ് ആണ്. ഇത് ടാക്കിൾ ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് എന്തെങ്കിലും ഈറ്റിംഗ് ഡിസോർഡർ പാറ്റേൺ ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷം അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ആവുന്ന കണ്ടീഷൻസിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ഫുഡ് ഓൾറെഡി അറേഞ്ച് ചെയ്ത് വെക്കുക.